താനൂര് കഴിഞ്ഞ 2 ടേമായി 2016-ലും 2021-ലും അവിടെ അബ്ദുറഹിമാനാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത് നിലനിർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ LDF-നുണ്ട്. അതിനവരൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അബ്ദുറഹിമാന്റെ മന്ത്രി എന്ന നിലയിലും MLA എന്ന നിലയിലും ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഇടപെടലുകളുമാണ്. അബ്ദുറഹിമാൻ 2016-ൽ അവിടെ പറഞ്ഞ പോലെ CH ആദ്യമായി മത്സരിച്ച മണ്ഡലമാണ് താനൂര്. അതോടൊപ്പം തന്നെ അഹമ്മദ് ഏറെക്കാലം ജയിച്ച മണ്ഡലമാണ്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ വലിയ നേതാക്കന്മാർ പ്രതിനിധീകരിച്ച ഒരു മണ്ഡലമാണ്. അപ്പോൾ ആ മണ്ഡലം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് നിലനിർത്തുക, തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരുടെ അഭിമാന പ്രശ്നമായിട്ട് കാണുന്ന ഒരു മണ്ഡലം കൂടിയാണ്. താനൂരിൽ 2016-ൽ പോകുമ്പോൾ അബ്ദുറഹിമാൻ രണ്ടത്താണിയാണ് എതിർ സ്ഥാനാർത്ഥി. അവിടെ വിഭാഗീയതകൾ ഉണ്ടായിരുന്നു. ആ വിഭാഗീയത അവസരമായി വന്നു. അതുപോലെ അബ്ദുറഹിമാൻ കോൺഗ്രസിൽ നിന്ന് വന്ന LDF-ലേക്ക് വന്ന ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസിലുണ്ട്. അവിടെ ലീഗ് വിരുദ്ധരായ കോൺഗ്രസ് ആളുകളുടെ വോട്ട്, അതോടൊപ്പം തന്നെ ലീഗിലെ വിഭാഗീയത, അത്തരം കാര്യങ്ങളൊക്കെ അബ്ദുറഹിമാന് ഗുണകരമായി മാറി. അങ്ങനെയാണ് 4000-ലധികം 5000 താഴെ വോട്ടിന് അബ്ദുറഹിമാൻ 2016-ൽ വിജയിക്കുന്നത്. പിന്നീട് 2021-ലേക്ക് വന്നപ്പം നമ്മൾ പറയുന്നത് പോലെ തീപാറും പോരാട്ടം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് അവിടെ നടന്നത്. 985 വോട്ടിനാണ് അബ്ദുറഹിമാൻ ജയിച്ചത്. PK ഫിറോസ് ആയിരുന്നു എതിരാളി. പക്ഷേ അന്ന് അബ്ദുറഹിമാനെതിരെ അവിടെ ആ മണ്ഡലത്തിൽ തൊട്ട് മണ്ഡലത്തിൽ SDPI വെൽഫെയർ പാർട്ടിയൊക്കെ മത്സരിച്ചിരുന്നുവെങ്കിൽ 2021-ൽ ഇവരാരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ മത്സരം അത്രത്തോളം നെക്ക് ടു നെക്കായി നിന്ന ഒരു മത്സരത്തിലായിരുന്നു അബ്ദുറഹിമാൻ ജയിച്ചത്. അവിടെ നിന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും വലിയ നേട്ടം UDF-ന് ഉണ്ടായിട്ടുള്ളത്. അവിടെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തുകളെല്ലാം ചില പഞ്ചായത്തുകളിൽ വലിയ നേട്ടം ഉണ്ടാകുന്നു, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വലിയ നേട്ടം ഉണ്ടാകുന്നു. അത് നിലനിർത്തുക എങ്ങനെയാണ് അബ്ദുറഹിമാനെ നിലനിർത്താൻ കഴിയുക എന്നുള്ളത് അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. രണ്ടാമത് അബ്ദുറഹിമാൻ ഇപ്പം പൊന്മുണ്ടം പഞ്ചായത്തിൽ ഇപ്പോഴും അവിടെ ലീഗും കോൺഗ്രസും എതിരായി നിൽക്കുന്നു. അവിടെ ഒരു ജനകീയ മുന്നണിയായിട്ടാണ് അവിടെ പഞ്ചായത്ത് നിലനിൽക്കുന്നത്. അപ്പം അത്തരം സാധ്യതകൾ കൂടി അവർക്ക് വരും. പിന്നീട് ഈ പറയുന്നത് പോലെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവിടെ മിക്കവാറും അഷറഫ് അലിയോ അല്ലെങ്കിൽ അവരുടെ ഫൈസൽ ബാബുവോ യൂത്ത് ലീഗിന്റെ ദേശീയ നേതാക്കളോ ആയിരിക്കും മത്സരിക്കുക. അപ്പം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയും ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരുടെ പ്രധാന പ്രശ്നമായി മാറിയിട്ടുണ്ട്. അപ്പം നല്ലൊരു പോരാട്ടം നമുക്ക് അവിടെ ആര് ജയിക്കും തോൽക്കുമെന്നൊന്നും നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 2 ടൈമിലും അവിടെ അബ്ദുറഹിമാൻ വിജയിച്ചതാണ്. പക്ഷെ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് 1000-ൽ താഴെ മാത്രമേ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത്തവണ ഒരു നല്ല മത്സരം ഉണ്ടാകും. പക്ഷെ പൊതുവെ അന്തരീക്ഷത്തിൽ UDF-ന് അവിടെ വലിയ നേട്ടം ആ ജില്ലയിൽ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതുകൊണ്ട് കൂടുതൽ പ്രതീക്ഷ മുസ്ലിം ലീഗിന് വെക്കാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് നമുക്ക് പറയാനുള്ളത്.